ഹലോ ഹായ്, നിങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട്, അതായത് 10 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ് എന്നുള്ള ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യാൻ പോവാണ്. അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. വളരെ ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്യാൻ പറ്റും. നിങ്ങളെ ഇക്വേഷൻ ബുക്കിൽ ആ ഇക്വേഷൻസ് എല്ലാം വരുത്താൻ പറ്റും, എല്ലാം നിങ്ങളെ മെമ്മറിയിൽ ഇടാൻ പറ്റും. ഓക്കെ, ചാർജ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് ആണ്. അതിനകത്ത് ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി. ചാർജ് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ട് ടോട്ടൽ ചാർജ് is equal to sum of individual charges, algebraic sum of individual charges, that is total charge Q is equal to, we can write Q is equal to total charge Q is equal to Q1 plus Q2 plus Q3 plus etc. Q എന്ന് എഴുതാം. ഇനി ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് നമുക്കറിയാം, Q is equal to plus or minus NE, Nന്റെ വാല്യൂ 1 2 3 etc. അങ്ങനെ പോകണം. അവിടുന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് in 1 coulomb charge, number of electrons in 1 coulomb charge, that is nothing but 6.25 into 10 raised to 18 ഇലക്ട്രോൺസ് ആണ് ഒരു കൂളം ചാർജിൽ ഉണ്ടാകുക. ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ I into T എന്നുള്ള എക്സ്പ്രഷൻ ഉപയോഗിക്കുക. ചാർജിന്റെ യൂണിറ്റ് കൂളമാണ്, CGS യൂണിറ്റ് സ്റ്റാറ്റ് കൂളമാണ്, ഇത് നമുക്കറിയാം അല്ലെ. പിന്നീട് വരുന്നത് രണ്ട് ചാർജസിന്റെ ഇടയിലുള്ള ഫോഴ്സിനെ കുറിച്ച്, പോയിന്റ് ചാർജിന്റെ ഫോഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ആണ് നത്തിങ് ബട്ട് കൂളംസ് ലോ. കൂളംസ് ലോ പറയുന്നത് F is equal to K Q1 Q2 divided by R square. ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് K ക്ക് പകരം 1/4 pi epsilon 0 Q1 Q2 divided by R square എന്ന് എഴുതാം. 1/4 pi epsilon 0 ന്റെ വാല്യൂ 9 into 10 raised to 9 ആണ്, നിങ്ങൾക്ക് അറിയാം അല്ലേ. ഇനി K എന്ന് പറയുന്നത് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഡിവൈഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എപ്സിലോൺ ബൈ എപ്സിലോൺ 0. ഇതിൽ എപ്സിലോൺ 0ന്റെ വാല്യൂ 8.85 ഡിവൈഡഡ് ബൈ 8.85 into 10 raised to -12 ആണ്. ഈ K നമ്മൾ വിളിക്കുന്ന പേര് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. ഇപ്പോ മീഡിയത്തിലുള്ള ഫോഴ്സ് കിട്ടണമെങ്കിൽ വാക്വത്തിലുള്ള ഫോഴ്സ് ഡിവൈഡഡ് ബൈ K ഡൈലക്ട്രിക് കോൺസ്റ്റന്റ്. അപ്പൊ നമുക്കറിയാം, രണ്ട് ചാർജസ് മീഡിയത്തിൽ വെച്ചാൽ അതിനിടയിലുള്ള ഫോഴ്സ് കുറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ മീഡിയത്തിൽ വെക്കുമ്പോഴും പഴയ ഫോഴ്സ് തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്ന് വിചാരിക്കാം. ടു ഗെറ്റ് സെയിം ഫോഴ്സ് ഇൻ എ മീഡിയം ആൾസോ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ചാർജസ് R' is equal to R/√K. ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് ചാർജസിനെ മീഡിയത്തിൽ ഇറക്കി വെക്കുമ്പോൾ ഫോഴ്സ് കുറയും. ആ മീഡിയത്തിലും സെയിം ഫോഴ്സ് കിട്ടണമെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ചാർജ് മസ്റ്റ് ഡിക്രീസ്. This new distance between the charge to get the same force in medium also, R' is equal to R/√K. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. കൂളംസ് ലോന്റെ വെക്ടർ ഫോം എഴുതുന്ന സമയത്ത്, കൂളംസ് ലോന്റെ വെക്ടർ ഫോം എഴുതുമ്പോൾ നമുക്കറിയാം 1/4 pi epsilon 0 Q1 Q2 divided by R square into R cap. R capന് പകരം R vector by R എന്ന് കൊടുക്കുക. Now 1/4 pi epsilon 0, that is F is equal to, അല്ലെങ്കിൽ F vector is equal to 1/4 pi epsilon 0 Q1 Q2 divided by R cube into R vector. This is vector form of Coulomb's law. Okay, Coulomb's law, Newton's third law of motion obey ചെയ്യുന്നുണ്ട്. Therefore F12 vector is equal to minus F21 vector എന്ന് എഴുതാം. ഇനി ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ട് ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ് കിട്ടണമെങ്കിൽ we can write F1 vector is equal to F1 vector plus F2 vector plus etc. Fn vector ഇങ്ങനെ എഴുതാൻ പറ്റും. That is Q1 by 4 pi epsilon 0 sigma I is equal to 1 to n Qi divided by Ri square into Ri cap. ഇതാണ് വെക്ടർ ഫോം. നമുക്ക് വിടാം. വെക്ടർ ഫോം പറയുന്നത് ടോട്ടൽ ഫോഴ്സ് is the vector sum of forces due to individual charges. Okay, ഇനിയടാ, if a charge capital Q is divided into 2 Q and Q minus Q, force between them becomes maximum when small q is equal to Q by 2. നമുക്കറിയാം, നിങ്ങളുടെ കയ്യിൽ 100 കൂളം ചാർജ് ഉണ്ട്, ഇത് നിങ്ങൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എങ്ങനെ ഡിവൈഡ് ചെയ്താലാണ് മാക്സിമം ഫോഴ്സ് കിട്ടുക? 50 കൂളം രണ്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താലാണ് മാക്സിമം ഫോഴ്സ് കിട്ടുന്നത്, അതും നമുക്കറിയാം. നെക്സ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് placed at that point, that is E vector is equal to F by Q0. ഇതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളം ആണ്, അല്ലെങ്കിൽ വോട്ട് മീറ്റർ എന്നൊക്കെ എഴുതാം. ഒരു പോയിന്റ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ആണ് E vector is equal to 1/4 pi epsilon 0 Q by R square. ഇതിന് E proportional to 1/R square എന്ന് എഴുതാം. ഈ R ഗ്രാഫിന്റെ ഷേപ്പ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇനി ഒരു ചാർജ്, ഫോഴ്സ് ഓൺ എ ചാർജ് പ്ലേസ്ഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്, ഒരു ചാർജ് ഇലക്ട്രിക് ഫീൽഡ് വെച്ചാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F vector is equal to QE vector ആണ്. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. ഓക്കേടാ. ഇനി ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ആണ് ഇലക്ട്രിക് ഫ്ലക്സ് is equal to സർഫസ് ഇന്റഗ്രൽ E dot dA അല്ലെങ്കിൽ EA cos theta. ഓക്കെ, ഇതാണ് ഫ്ലക്സ്. ഇനി
ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് Q into 2L. ഇതാണ് ഡൈപോൾ മൊമെന്റ്. അതിന്റെ യൂണിറ്റ് കൂളം മീറ്റർ ആണ്. ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഡിറക്ഷൻ -Q2 + Q ആണ് ഇതിന്റെ ഡിറക്ഷൻ വരുന്നത്. നോക്കേ, ഒരു ഇലക്ട്രിക് ഡൈപോൾ അതിന്റെ ആക്സിയൽ ലൈനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് 2kp/r³. ഇതേ ഇലക്ട്രിക് ഡൈപോൾ അതിന്റെ ഇക്വിറ്റോറിയൽ ലൈനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് kp/r³. ഒരു മൈനസ് സൈൻ അവിടെ കൊടുക്കാൻ കാരണം ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ നേർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇക്വിറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ്. നൗ വി ക്യാൻ റൈറ്റ് ഈ ആക്സിയൽ ഇസ് ഈക്വൽ ടു, പ്രത്യേകം ശ്രദ്ധിക്കുക, -2 into ഈ ഇക്വിറ്റോറിയൽ. ഇതാണ് കേസ്. ഇനി നോക്കേ, ആക്സിയൽ ലൈനിൽ on the axial line, angle between electric field and electric dipole moment is equal to 0. On the equatorial line, angle between electric field and electric dipole moment is 180 degree. ഡൈപോൾ ഇൻ എ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ്. ഒരു ഡൈപോൾ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ് വെച്ചാൽ അതിനകത്തൊരു ടോർക്ക് ഉണ്ടായിരിക്കും. ആ ടോർക്ക് P×E ആണ്, അല്ലെങ്കിൽ PE sin θ ആണ്. ഈ ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിന് പാരലോ ആന്റി പാരലോട്ട് കിടക്കുകയാണെങ്കിൽ, അതായത് തീറ്റ വാല്യൂ 0യോ 180യോ ആണെങ്കിൽ ടോർക്ക് 0 ആയിരിക്കും. ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെച്ചതെങ്കിൽ ടോർക്ക് മാക്സിമം ആയിരിക്കും, അതായത് PE ആയിരിക്കും. ഡൈപോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ചാൽ നെറ്റ് ഫോഴ്സ് 0 ആണ്, നെറ്റ് ടോർക്ക് 0 അല്ല. എന്ന് പറഞ്ഞാൽ ആ ഡൈപോളിന് ട്രാൻസ്ലേറ്ററി മോഷൻ ഇല്ല, റൊട്ടേറ്ററി മോഷൻ മാത്രമാണുള്ളത്. എന്നാൽ ഈ ഡൈപോൾ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് വെക്കുന്നതെങ്കിൽ അയാളുടെ നെറ്റ് ഫോഴ്സ് ഉണ്ടായിരിക്കും, നെറ്റ് ടോർക്ക് ഉണ്ടായിരിക്കും, വിച്ച് മീൻസ് ഡൈപോളിന് ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ടായിരിക്കും, റൊട്ടേറ്ററി മോഷൻ ഉണ്ടായിരിക്കും. ഗോസസ് ലോ പറയുന്നത് ടോട്ടൽ ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു Q/ε0. ഇത് Q എന്ന് പറയുന്നത് നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി ഗോഷ്യൻ സർഫസ്. ആ ഗോഷ്യൻ സർഫസിനകത്ത് നെറ്റ് ചാർജ് ആണ്. ഈ ഗോഷ്യൻ സർഫസിനകത്ത് ഒരു ഡൈപോൾ ആണ് എൻക്ലോസ് ചെയ്യുന്നതെങ്കിൽ, ഡൈപോൾ ആണെങ്കിൽ നോ ഡൗട്ട് ടോട്ടൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഈ ഗോഷ്യൻ സർഫസ് എൻക്ലോസസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ, ടോട്ടൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനിയുടെ ഗോസസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻസിലൂടെ നമുക്ക് പോകണം. ഫീൽഡ് ഡ്യൂ ടു അൻ ഇൻഫിനിറ്റ്ലി സ്ട്രോങ് യൂണിഫോംലി ചാർജ്ഡ് വയർ. ഒരു ലൈൻ ഓഫ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് λ/2πε0r, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് 2k λ/r എന്ന് വേണമെങ്കിൽ എഴുതാം. ഇതിന്ന് ഈ പ്രപ്പോർഷൻ ടു 1/r ആണ്. ഈ R ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഷേപ്പ് കറക്റ്റ് റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും. ഫീൽഡ് ഡ്യൂ ടു യൂണിഫോം ചാർജ്ഡ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. അത് σ/2ε0 ആണ്. അത് ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യൂല. ഈ പ്രൊപ്പോർഷണൽ ടു r⁻⁴ എന്ന് എഴുതാം. അവിടെ നിങ്ങളടുത്ത് ആരെങ്കിലും ഈ R ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഗ്രാഫിന്റെ ഷേപ്പ് ഇതാ ഇങ്ങനെയായിരിക്കും. നെക്സ്റ്റ്, ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെൽ, അതായത് ഹോളോ സ്പിയർ ആണെങ്കിലും സോളിഡ് കണ്ടക്ടിങ് സ്പിയർ ആണെങ്കിലും അയാൾ ഔട്ട്സൈഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് Q/4πε0r², അല്ലെങ്കിൽ 1/4πε0 Q/r² എന്ന് എഴുതാം. ഈ പ്രൊപ്പോർഷൻ 1/r² ആണ്. സർഫസിൽ ഉണ്ടാകുന്ന ഫീൽഡ് Q/4πε0 R². ഇതിനെ നമ്മൾ σ/ε0 എന്നും എഴുതാറുണ്ട്. ഇനി ഇൻസൈഡിലാണെങ്കിൽ ഒരു സ്പെറിക്കൽ ഷെല്ല്, അതിനെ ഇൻസൈഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഇതിന്റെ ഗ്രാഫ് ഇതാ, ഈ ഭാഗമാണ് ഇൻസൈഡ്, അവിടെ 0, ഔട്ട്സൈഡിൽ ഈ പ്രൊപ്പോർഷൻ 1/r². ഇത് സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. അത് σ/ε0 എന്ന് എഴുതാം, അല്ലെങ്കിൽ KQ/R² എന്നൊക്കെ എഴുതാൻ പറ്റും. ഇനി വേണ്ടത് സോളിഡ് നോൺ കണ്ടക്ടിങ് സ്പിയർ. അതിനകത്ത് എല്ലായിടത്തും ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു സോളിഡ് നോൺ കണ്ടക്ടിങ് സ്പിയർ അതിന്റെ ഔട്ട്സൈഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് KQ/R² ആണ്. നൗ വി ക്യാൻ റൈറ്റ് ഈ ഔട്ട് പ്രൊപ്പോർഷണൽ ടു 1/r². സർഫസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് KQ/R² ആണ്. ഇൻസൈഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് KQ/R³ ആണ്. ഇൻസൈഡിലെ കേസിൽ വി ക്യാൻ റൈറ്റ് E ഇൻ പ്രൊപ്പോർഷണൽ ടു R. അതുകൊണ്ട് തന്നെ അതിന്റെ ഗ്രാഫിന്റെ ഷേപ്പ് ഇതാണ്. ഇവിടെ ഇൻസൈഡ് ആണ്, E ഇൻ പ്രൊപ്പോർഷണൽ ടു R എന്ന് വരും. ഇത് ഔട്ട്സൈഡ് ആണ്, ഈ ഔട്ട് പ്രൊപ്പോർഷണൽ ടു 1/r² എന്ന് വരും. ഇതാണ് ഒരു സോളിഡ് നോൺ കണ്ടക്ടിങ് സ്പിയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഇനി അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളെ കയ്യിൽ 2 പാരലൽ പ്ലെയിൻ ഷീറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതാണ് ഫസ്റ്റ് പാരലൽ പ്ലെയിൻ ഷീറ്റ്, ഇത് അടുത്ത പാരലൽ പ്ലെയിൻ ഷീറ്റ്. രണ്ടിന്റെയും ചാർജ് ഡെൻസിറ്റി സെയിം ആണ്. അത് പ്ലസ് സിഗ്മ ആണെങ്കിൽ ഈ റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡ് σ/ε0, ഈ റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡ് σ/ε0. ഇൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 0. ഇനി ആദ്യത്തെ പ്ലെയിൻ ഷീറ്റ് നെഗറ്റീവ്ലി ചാർജ് ആണ്, ചാർജ് ഡെൻസിറ്റി -σ ആണ്. അടുത്ത പ്ലെയിൻ ഷീറ്റും നെഗറ്റീവ്ലി ചാർജ് ആണ്, ചാർജ് ഡെൻസിറ്റി -σ ആണ്. ഈ കേസിൽ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് σ/ε0, ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും σ/ε0. ഇൻ ബിറ്റ്വീൻ ദി പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 0. ഇനി അടുത്തത്
ആദ്യത്തെ ആള് പോസിറ്റീവ്ലി ചാർജ് പ്ലെയിൻ ഷീറ്റ് ആണ്, ഇതിന്റെ ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ. അടുത്ത ആള് നെഗറ്റീവ്ലി ചാർജ് പ്ലെയിൻ ഷീറ്റ് ആണ്, ഇതിന്റെ ചാർജ് ഡെൻസിറ്റി മൈനസ് സിഗ്മ. എടാ ഈ കേസിൽ കപ്പാസിറ്റർക്ക് ഇങ്ങനെയാണ് വരിക, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും 0 ആണ്. ഇൻ ബിറ്റ്വീൻ ദി പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 0 ആണ് വരുന്നത്. ഇനി കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനിനകത്ത് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എൽ കൂളം പെർ മീറ്റർ ആയിരിക്കും യൂണിറ്റ്. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എസ്. വോളിയം ചാർജ് ഡെൻസിറ്റി റോ ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ വി. ഓക്കെടാ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ് എന്നുള്ള ടോപ്പിക്കിൽ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻസും പോയിന്റ്സും ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. ഓക്കെ താങ്ക് യു.